ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അനുഗ്രഹിക്കുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. യോശുവ 24 അധ്യായം 13 വാക്യം. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണവും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നും നല്ല പുരോഗതി കൈവരിക്കണമെന്നും ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണമെന്നും കർത്താവിന് അതിയായ ആഗ്രഹമുണ്ട്. മിസ്രൈമ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ മാത്രമല്ല കർത്താവ് ആഗ്രഹിച്ചത്, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം അവർക്ക് നൽകാൻ അവൻ വളരെ ആഗ്രഹിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മിസ്രൈമിലെ ക്രൂരമായ ദൗത്യം നടത്തുന്നവരിൽ നിന്ന് എങ്ങനെയെങ്കിലും വിടുവിക്കപ്പെടണമെന്ന് അവർ കർത്താവിനോട് നിലവിളിച്ചു. അതുമാത്രം അവർക്ക് മതിയായിരുന്നു. കാനാൻ ദേശം വാഗ്ദത്തം ചെയ്യപ്പെട്ടതായി അവർ അറിഞ്ഞിരുന്നില്ല. ആ ദേശത്തെ സംബന്ധിച്ച് കർത്താവ് തങ്ങളുടെ പിതാക്കന്മാരുമായി ഒരു ഉടമ്പടി ചെയ്തിരുന്നതായി അവർ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവർ വഴിയിലുടനീളം മുറുമുറുത്തത്. എന്നാൽ പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം ദൈവം അവർക്ക് നൽകി. അവർ അധ്വാനിക്കാത്ത ഭൂമി അവർക്ക് നൽകി. അവർ പണിയാത്ത നഗരങ്ങളിലും വീടുകളിലും താമസിച്ചു. അവർ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും തിന്നു. കർത്താവ് ഭാവിയിൽ ആ ദേശം അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സാധ്യതയായി. അവർ അധ്വാനിക്കാത്ത ഒരു ഭൂമിയാണ് അവൻ അവർക്ക് നൽകിയതെന്ന് അവർ പറഞ്ഞു. അവർ പണിയാത്ത നഗരങ്ങളും വീടുകളും ഭൂമിയുടെ സമ്പത്ത് അവർ ആസ്വദിക്കുകയും ചെയ്തു. അതെ, ഞങ്ങളുടെ സ്നേഹനിധിയായ കർത്താവ് നിങ്ങൾ ഉന്നതനും അനുഗ്രഹിക്കപ്പെട്ടവനുമായി മാറുവാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ അമേരിക്കയിൽ പോകുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വളരെ ഉപയോഗപ്രദവും വില കൂടിയതുമായ പുസ്തകങ്ങൾ വാങ്ങി സമ്മാനമായി നൽകാറുണ്ടായിരുന്നു. 1-2 പ്രാവശ്യമല്ല, അദ്ദേഹം എവിടെ പോയ എല്ലാ അവസരങ്ങളിലും ഇത് സംഭവിച്ചു. അദ്ദേഹം ഇത്രയും വാങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അച്ഛൻ പലപ്പോഴും സന്തോഷത്തോടെ ഓർക്കുമായിരുന്നു. നമുക്ക് സങ്കല്പിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നതിലും കൂടുതൽ സമൃദ്ധമായി നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. തിരുവെഴുത്ത് ഫിലിപ്പിയർ 4 അധ്യായം 19 വാക്യത്തിൽ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് പറയുന്നു. ഈ വാക്യം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച് പറയുന്നു. അവൻ മഹത്വത്തിൽ മാത്രമല്ല, കരുണയിലും സമ്പന്നനാണ്, കൃപയാൽ സമ്പന്നനാണ്, അറിവിൽ സമ്പന്നനാണ്, ആത്മാവിൻ്റെ ദാനങ്ങളിൽ സമ്പന്നനാണ്. ഈ ലോകത്തിനും നിത്യതയ്ക്കും വേണ്ടി എല്ലാ സമ്പത്തും അവനുണ്ട്. നിങ്ങൾ രാജാക്കന്മാരുടെ രാജാവിൻ്റെ മക്കളാണ്, പ്രഭുക്കന്മാരുടെ നാഥനും. നീ യേശുക്രിസ്തുവിൽ സമ്പന്നനാണ്. നിങ്ങൾ സമ്പന്നനാകാൻ വേണ്ടി അവൻ ദരിദ്രനായി മാറി. ദൈവമക്കളെ, വിശ്വാസത സ്വർഗീയ സമ്പത്ത് ലഭിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ 1000 മടങ്ങ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 8 അധ്യായം 9 വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 32-33 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 18 അധ്യായം 19 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.